രോഗങ്ങളും വരും, കുഷ്ഠരോഗത്തിന് വരെ അടിമയായി പോകുന്ന അവസ്ഥയിലേക്ക് കടന്നു വരികയാണ്. അപ്പൊ അവിടെയെല്ലാം ഇങ്ങനെ വല്ലാത്ത അസ്വസ്ഥത അനുഭവിക്കുന്ന വിധത്തിൽ പോലും യോബ് പറയുന്നുണ്ട്, ദൈവമേ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല, നിന്റെ നീതി എനിക്ക് ദുർഗ്രഹമാണ്, നിന്റെ നീതി എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പറയുമ്പോൾ പോലും യോബ് ദൈവത്തെ തള്ളി പറയുന്നില്ല. ദൈവത്തെ ഒന്നിനൊന്നിന് യോബ് മുറുകെ പിടിക്കുകയാണ് ചെയ്യുക. അവസാനം നമുക്കറിയാം, ഈ സംഭവിക്കുന്ന സമയത്തെല്ലാം യോബ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഒന്നുമില്ലാതായി ലോകത്തിലേക്ക് വന്നത്, എല്ലാം ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. അതാണ് യോബിന്റെ ചിന്താഗതി ഉണ്ടായത്. നമ്മളാണെങ്കിലും എന്ത് ചെയ്യും അല്ലേ? ശപിക്കാൻ പോകും ദൈവത്തെ, അല്ലെങ്കിൽ ദൈവത്തെ ഭ്രാകും. ഈ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവുമില്ല. കാരണം ഇത്രയും ഞാൻ ദൈവത്തെ കൂട്ടുപിടിച്ചാണ് നടന്നിരുന്നത്, ദൈവത്തിന്റെ കരം പിടിച്ചാണ് ഞാൻ നടന്നത്. പക്ഷേ എങ്കിലും എന്റെ ജീവിതത്തിലേക്ക് നോക്കിക്കേ, തമ്പുരാൻ കഷ്ടപ്പാടുകൾ ദുഃഖം തരുന്നു, പിന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം അല്ലേ? അങ്ങനെ നമ്മൾ ചിന്തിക്കും, ഞാനും ചിന്തിക്കും. പലപ്പോഴൊക്കെ എനിക്കും വിഷമവും ബുദ്ധിമുട്ടുകളും വേദനകളോ ആഗ്രഹങ്ങളോ ഒക്കെ ഉണ്ടായപ്പോൾ ഞാനും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെയും കുറച്ച് കഴിയുമ്പോൾ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, തമ്പുരാനൊരു പദ്ധതിയുണ്ട്. നമുക്കറിയാം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്തിനു വേണ്ടിയാ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഈ സഹനങ്ങൾ തരുന്നത്? തമ്പുരാനെ നമ്മൾ മുറുകെ പിടിച്ച് കെട്ടിപ്പിടിച്ച് തമ്പുരാന്റെ മക്കളായിട്ട് നമ്മൾ നിൽക്കുമ്പോഴും എന്തുകൊണ്ടാണ് തരുന്നത്? അത് നമ്മളെ മറ്റൊന്നിനും വേണ്ടിയല്ല. നമ്മുടെ ജീവിതത്തിലേക്ക് ഈ സഹനങ്ങൾ തരുന്നത് കൂടുതലായിട്ട് ദൈവത്തിന്റെ കൃപാവരത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല. അപ്പൊ ദൈവത്തിന് നമ്മളോട് കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ട് നമ്മളെ കൂടുതലായിട്ട് അനുഗ്രഹിക്കാനായിട്ട് നമ്മളെ യോഗ്യരാക്കുകയാണ്, നമ്മളെ വിശുദ്ധീകരിക്കുക. ഒന്നും കൂടെ നമുക്കറിയാം, പ്രഭാഷകന്റെ പുസ്തകത്തില് 2-ാം അധ്യായത്തിന് 5-ാം വാക്യത്തില് ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്, സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. കർത്താവിന് സ്വീകാര്യരായിട്ടുള്ള മനുഷ്യര് സഹനത്തിന്റെ ചൂളയിലും. അപ്പോ സ്വർണം അഗ്നിയിലിട്ട് ഉരുക്കിയെടുത്ത്, അല്ലെ, കർത്താവിന്റെ കയ്യിലോട്ട് ഇച്ചിരി സ്വർണം കൊടുത്തു കഴിഞ്ഞാല് അത് അവന് ഉരുക്കിയെടുത്ത് അതിനെ ശുദ്ധി ചെയ്തിട്ടാണ് പിന്നെ ആഭരണങ്ങളാക്കി മാറ്റുക. ഇതുപോലെ ദൈവം തമ്പുരാൻ നമ്മളെയും സഹനത്തിന്റെ ചൂളയിലാണ് ഒരുക്കി വാർത്തെടുക്കുന്നത്. എന്തിനു വേണ്ടിയാ? കൂടുതലായ അനുഗ്രഹങ്ങള് കൃപാവരത്തില് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, യോബിന്റെ ജീവിതത്തില് അവസാനം ദൈവം എല്ലാം എത്രയോ ഇരട്ടിയായിട്ട് മടക്കി കൊടുക്കുക. സന്താനങ്ങളെ കൊടുക്കുന്നു, സമ്പത്ത് കൊടുക്കുന്നു, പേരും പ്രശസ്തിയും എല്ലാം തമ്പുരാൻ തിരിച്ചു കൊടുക്കുകയാണ്. കാരണം എന്നാ? യോബ് പിശാചിന്റെ പരീക്ഷണത്തില് ദൈവത്തെ അധികമായി ആത്മാർത്ഥമായി പഴയതിലും കൂടുതലായി സ്നേഹിക്കുന്നു എന്ന് തന്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു കൊടുത്തു, കാണിച്ചു കൊടുത്തു. അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിലും ഇതൊരു അനുഭവമായി, ഒരു പാഠമായി മാറണം. നമുക്കറിയാം, ഏതെങ്കിലും ഒരു കുട്ടി പരീക്ഷ എഴുതാതെ അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ കിട്ടും. പരീക്ഷയിൽ തോറ്റാൽ അവനെന്ത് ചെയ്യും? ആ ക്ലാസ്സിൽ തന്നെ ഇരിക്കേണ്ടി വരും. അപ്പോ ഇതൊക്കെ നമ്മളെ തമ്പുരാൻ ഒരു പരീക്ഷണം തരുക. നീ ഇതിന് യോഗ്യനാണോ, എന്റെ കൃപാവരം സ്വീകരിക്കാൻ നീ അർഹതപ്പെട്ടവനാണോ എന്ന് തമ്പുരാൻ നമ്മളിൽ നിന്ന് പരീക്ഷിക്കും. നമ്മളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, കൂടുതൽ കരുത്തുള്ളവനാക്കാനാ, കൂടുതൽ ശക്തിയുള്ളവനാക്കാനാ, കൂടുതൽ ബലം നമുക്ക് തരാൻ വേണ്ടിയിട്ടാ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പൂർണ്ണമായിട്ടും ദൈവത്തിൽ ശരണപ്പെടുക, ആശ്രയിക്കുക. അങ്ങനെ ദൈവത്തെ ശരണപ്പെടുക. എങ്ങനെ ശരണപ്പെടാം? ദൈവം അയച്ചവനിൽ വിശ്വസിച്ചുകൊണ്ട്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ദൈവം അയച്ചവനിൽ വിശ്വസിച്ചുകൊണ്ട്, ആത്മാവിന്റെ സാന്നിധ്യം കൊണ്ട്, വചനത്തിന്റെ ബലം കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോ ആത്മാവിന്റെ സാന്നിധ്യവും വചനത്തിന്റെ ബലവും ഈശോയുടെ സാന്നിധ്യവും ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം കാറ്റും കോളും പ്രതിസന്ധികളും എന്തും ഉണ്ടായിക്കൊള്ളട്ടെ, അത് നമ്മളെ പിടിച്ചു നിർത്തും.
അവിടെ തമ്പുരാൻ നമ്മളെ പിടിച്ചു നിർത്തും, നമ്മളെ ശക്തിപ്പെടുത്തും. ഒരു കാര്യം കൂടി ഓർക്കുക, തമ്പുരാൻ നമ്മുടെ